ഒരു സൂക്തമുണ്ട്, സെഖസുത്ത. അതിൽ ഒരു ഭിക്ഷു എങ്ങനെ ധ്യാനം ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ജാഗരീയം, എല്ലാ സമയത്തും ജാഗ്രത നമ്മൾ പാലിക്കണം. അതെങ്ങനെ പാലിക്കും? ഭഗവാൻ പറയുന്നത് പകൽ മുഴുവൻ, അതായത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇരുന്നിട്ടും നടന്നിട്ടും ധ്യാനിക്കണം. ചങ്കമണം നിസിന്ന, അതായത് ഇരിക്കുകയും വേണം, പിന്നെ ഇരുന്ന് ക്ഷീണിക്കുന്ന സമയത്ത് നമ്മൾ നടന്നിട്ടും ധ്യാനം ചെയ്യണം. അപ്പോൾ പകൽ മുഴുവൻ ആ രീതിയിൽ ധ്യാനം ചെയ്തു. ഇനി രാത്രിയുടെ 1-ാമത്തെ യാമം, അതായത് വൈകിട്ട് 6 മുതൽ 10 മണിയുള്ള സമയം, ആ സമയത്ത് നമ്മൾ ഇരുന്നിട്ടും നടന്നിട്ടും നമ്മൾ ധ്യാനം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് രാത്രിയുടെ 2-ാമത്തെ യാമം, അതായത് രാത്രി 10 മണി മുതൽ രാവിലെ 2 മണി വരെയുള്ള സമയം വലതുവശം കിടന്ന് സതീ സമ്പജന്യത്തോടുകൂടി നമ്മൾ ജാഗ്രതയോടുകൂടി കിടക്കണം. ഇനി രാത്രിയുടെ 3-ാമത്തെ യാമം, പുലർച്ചെ 2 മണി മുതൽ 6 മണി വരെയുള്ള സമയം, ആ സമയത്ത് നമ്മൾ നടന്നിട്ടും ഇരുന്നിട്ടും ധ്യാനം ചെയ്യണം. അപ്പോൾ ഈ നടന്നിട്ടും ഇരുന്നിട്ടും ഉള്ള ധ്യാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ ആൾക്കാർ പറയാറുണ്ട്, ഒരു നേരം മാത്രം, 1 മണിക്കൂർ മാത്രം ധ്യാനിക്കണം എന്ന് പറയാറുണ്ട്. ആ രീതിയിൽ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മുന്നേറില്ല. നടന്നിട്ടും ഇരുന്നിട്ടും നമ്മൾ ധ്യാനം പരിശീലിക്കണം.